അങ്ങനെ പൊട്ടിയാൽ സാർ പറഞ്ഞില്ല, സുരക്ഷിതമല്ല, ഒരു അൺഹെൽത്തി മരം പോലെയാണത്, പുറത്ത് കാണുന്ന പുറന്തോട് പോലെയല്ല, അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമെങ്കിൽ പൊട്ടിയാൽ അല്ലെങ്കിൽ അതിനൊരു നാശം സംഭവിച്ചാൽ, ഒരു സ്പിൽ ഓവർ വഴി ഒരുപാട് വെള്ളമൊക്കെ പുറത്ത് വന്നാൽ തമിഴ്നാടിന് ആവശ്യത്തിന് വെള്ളം കിട്ടില്ലല്ലോ, അവർ കറണ്ടൊക്കെ ഉത്പാദിപ്പിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് എന്താ ഈ ആശങ്കയില്ലാത്തത്? മലയാളിക്ക് മാത്രമേ ഉള്ളൂ ഈ ആശങ്ക. അത് അവർക്ക് മനസ്സിലാകത്തുണ്ട്. ഈ ഡാമിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ വെള്ളം കിട്ടുന്നത്. ഡാം ഇതുപോലെ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് പവർ ജനറേഷനും ഇറിഗേഷനും കൂടിയുള്ള വെള്ളം കിട്ടുന്നത്. ഡാം ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് വെള്ളമില്ല. അപ്പോൾ ഡാം സുരക്ഷിതമായി നിർത്തുക എന്നത്, ഒരു പുതിയ ഡാം പണിത് വേണ്ട വിധത്തിൽ ലെവൽ കീപ്പ് ചെയ്ത് നടത്തുക എന്നതും തമിഴ്നാടിൻ്റെ ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അത് അവർക്ക് മനസ്സിലായിട്ടില്ല. ഡാം എങ്ങനെയായാലും എന്തെങ്കിലും പറ്റി ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരള ഗവൺമെൻറ്റിന് കുറച്ച് മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വെള്ളം നേരെ നമുക്ക് അറബിക്കടലിൽ കൊണ്ടുവിടാവുന്ന വിധത്തിൽ ഇടുക്കി ഡാമിൽ സ്റ്റോർ ചെയ്തും അത് കൺട്രോൾ ചെയ്ത് തുറന്നു വിട്ടും ഒഴുകി പോകുമ്പോൾ ഉണ്ടാകുന്ന ആഘാതങ്ങൾ ഒഴിച്ചാൽ ബാക്കി കാര്യമായിട്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് വേണം നമുക്ക് പറയാൻ. പക്ഷെ തമിഴ്നാടിന് ഇതെല്ലാം നഷ്ടമാവും. ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഇല്ലാതാവും. പിന്നെ കരാറില്ല, ഡാം പോയി. അപ്പോൾ ഒരു ചോദ്യം, ഒരു ഭൂകമ്പം ഉണ്ടായാൽ സാർ ഈ പറയുന്ന പോലെ അത്ര സേഫായിട്ട് നമുക്ക് ആളുകൾ വെള്ളം അറബിക്കടലിൽ എത്തിക്കാൻ പറ്റുമോ? ഒരു ഭൂകമ്പമാണ് ഉണ്ടാകുന്നതെങ്കിൽ. ഭൂകമ്പം എന്ന് വെച്ചാൽ ഭൂമിയുടെ അടിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഭൂമിയുടെ അതിന് മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്നത് തന്നെ ഒരു വീക്ക് സോണിലാണ്. അതുകൊണ്ട് ഭൂകമ്പം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കണം. ഒന്ന്, നമുക്ക് അറിയേണ്ടത് ഈ ഭൂകമ്പത്തിൻ്റെ മെഷർമെൻ്റാണ്. ഭൂകമ്പം എങ്ങനെ മെഷർ ചെയ്യും എന്ന് ചോദിച്ചാൽ അതിൽ റിച്ചർ സ്കെയിൽ വെച്ചാണ് നമ്മളിവിടെ പറയുക. റിച്ചർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്, ലോഗരിതത്തിൻ്റെ നമ്പറാണ്. ഇപ്പോൾ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ലോഗരിതം ഈ 10, 100, 1, 10, 100, 1000, 10,000, ലക്ഷം, അങ്ങനത്തെ കുറേ നമ്പറുകളാണ് താഴെ എഴുതിക്കുന്നത്. അത് 10⁻0 എന്ന് വെച്ചാൽ 1, 10⁻1 10, 10⁻2 100, അതുപോലെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ലോഗരിതം എടുക്കണം. ലോഗരിതം എടുക്കുമ്പോൾ ലോഗ് 10 എന്ന് വെച്ചാൽ 1, 2 നമ്പറുണ്ട്. അപ്പോൾ അതിൽ ലോഗരിതം എന്ന് വെച്ചാൽ അതിൽ 1 ലോഗരിതം. ലോഗ് 3, ലോഗ് 100 എന്ന് പറഞ്ഞാൽ അതിൽ 1, 2, 3 എണ്ണത്തിൽ 3. ഈ 1, 2, 3 അങ്ങനെയുള്ളതാണ് ഈ റിച്ചർ സ്കെയിൽ. ഇത് വലിയൊരു നമ്പർ നമുക്കിവിടെ പ്ലോട്ട് ചെയ്യാനോ അത് ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യാനോ പറ്റാത്തതുകൊണ്ട്